നിങ്ങളെപ്പോലെ തന്നെ എന്നെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ജനാധിപത്യത്തിന് ഭീഷണിയുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴെല്ലാം അവർ ഒരു സൂപ്പർ ഹീറോ വേഷം കെട്ടി ആ രാജ്യത്തെ രക്ഷിക്കാൻ ഓടിയെത്തും. പല രാജ്യങ്ങളിലും അവർ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവർ തങ്ങളെ തന്നെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി പ്രഖ്യാപിക്കുന്നത്? അമേരിക്കയും യുദ്ധവും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ യാദൃച്ഛികമായി ഉണ്ടായ ഒന്നല്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിലൊന്ന്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത നാളുകളിൽ വളരെ കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനമാണ്. 1941 മുൻപ് അമേരിക്ക യുദ്ധത്തെക്കാൾ കൂടുതൽ വ്യാപാരത്തിൽ താല്പര്യമുള്ള ചെറിയ സൈന്യമുള്ള ഒരു രാജ്യമായിരുന്നു. എന്നാൽ പേൾ ഹാർബർ ആക്രമണം എല്ലാം മാറ്റിമറിച്ചു. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളത്തിന് നേരെ ജപ്പാൻ നടത്തിയ ഈ മിന്നലാക്രമണത്തിൽ ഏകദേശം 2400-ലധികം അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്നാണ് അതുവരെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്ന അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചത്. പെട്ടെന്ന് തന്നെ സർക്കാരിന് ആയിരക്കണക്കിന് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ആവശ്യമായി വന്നു. സ്വകാര്യ കമ്പനികൾ സർക്കാരിനെ സഹായിക്കാൻ ഭയപ്പെട്ടു. വലിയ തുക മുടക്കി ഫാക്ടറികൾ നിർമ്മിക്കുകയും അടുത്ത ദിവസം യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്താൽ തങ്ങൾ പാപ്പരാകുമെന്ന് അവർ ഭയന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ സർക്കാർ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കോൺട്രാക്ട്സ് എന്നൊരു തന്ത്രം പ്രയോഗിച്ചു. നിങ്ങൾ നഷ്ടത്തെക്കുറിച്ച് പേടിക്കേണ്ട, നിർമ്മാണത്തിന് ചിലവാകുന്ന ഓരോ പൈസയും സർക്കാർ നൽകുകയും അതിനു പുറമെ നിങ്ങൾക്കൊരു നിശ്ചിത ലാഭം ഞങ്ങൾ ഉറപ്പു നൽകും എന്നായിരുന്നു ആ വാഗ്ദാനം. ഇതോടെ കാർ നിർമ്മിച്ചിരുന്ന കമ്പനികൾ ബോംബർ വിമാനങ്ങളും ഗൃഹോപകരണങ്ങൾ നിർമ്മിച്ചിരുന്നവർ വെടിക്കോപ്പുകൾ നിർമ്മിക്കാനും തുടങ്ങി. ഒരു വമ്പൻ വ്യവസായ സാമ്രാജ്യത്തിന്റെ ജനനമായിരുന്നു അത്. എന്നാൽ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോഴേക്കും ഒരു കൈപ്പേറിയ സത്യം പുറത്തുവന്നു. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 13% ആളുകൾ അവരുടെ വരുമാനത്തിനായി യുദ്ധോപകരണ നിർമ്മാണത്തെയാണ് അന്ന് ആശ്രയിച്ചിരുന്നത്. ആയുധ നിർമ്മാണം നിർത്തിയാൽ സമ്പദ് വ്യവസ്ഥ തകരുമെന്നും തങ്ങൾക്ക് വോട്ട് നഷ്ടമാകുമെന്നും രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞു. ഫാക്ടറികൾ തുടർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് പുതിയൊരു ശത്രുവിനെ ആവശ്യമായിരുന്നു. അങ്ങനെയാകണം ശീതയുദ്ധം ആരംഭിക്കുന്നത്. സോവിയറ്റ് യൂണിയനെ ഒരു സ്ഥിരം വില്ലനായി ചിത്രീകരിക്കുന്നതിലൂടെ സമാധാന കാലത്തും വലിയ സൈനിക ബജറ്റുകൾ നിലനിർത്താൻ സർക്കാരിന് സാധിച്ചു. അങ്ങനെയാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് രൂപപ്പെടുന്നത്. പ്രതിരോധ കമ്പനികൾ രാഷ്ട്രീയക്കാർക്ക് വലിയ തുക തിരഞ്ഞെടുപ്പ് ഫണ്ടായി നൽകാൻ തുടങ്ങി. ഇതിനു പകരമായി രാഷ്ട്രീയക്കാർ പുതിയ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറുകളും ഒപ്പിട്ടു. റിട്ടയർ ചെയ്ത സൈനിക മേധാവികൾ ആയുധ കമ്പനികളുടെ ബോർഡ് അംഗങ്ങളാകുകയും ആയുധ കമ്പനികളിലെ ഉദ്യോഗസ്ഥർ ഗവൺമെന്റിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തു. അതായത് യുദ്ധം വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നതും യുദ്ധത്തിലൂടെ ലാഭം കൊയ്യുന്നവരും ഒന്നായി മാറി. പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഈ സംവിധാനം കൂടുതൽ ശക്തമായി. വിയറ്റ്നാം മുതൽ ഇറാഖും അഫ്ഗാനിസ്ഥാനും വരെയുള്ള യുദ്ധങ്ങൾ ഇതേ രീതി തന്നെ തുടർന്നു. ഈ യുദ്ധങ്ങൾ പലപ്പോഴും ആ രാജ്യത്തിൽ സമാധാനമോ ജനാധിപത്യമോ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അവ വലിയ വിജയമായിരുന്നു. ആയുധ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബോംബ് വീഴുമ്പോഴും അവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകിയിരുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ഭാഗമായി ഇത്. ജനാധിപത്യം സംരക്ഷിക്കുക എന്നത് പലപ്പോഴും ഈ വലിയ ബിസിനസ് താൽപര്യങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു മനോഹരമായ മുഖംമൂടിയായിരുന്നു. ആർക്കറിയാം.